നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എറണാകുളം അങ്കമാലിക്ക് സമീപം കിടങ്ങൂരിൽ പാപ്പാനെ ചവിട്ടിക്കൊന്ന ആനയുടെ ദൃശ്യങ്ങളാണ്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ആനയുടെ ചവിട്ടേറ്റ് ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. കൊല്ലം സ്വദേശി വിഷ്ണുവിനെയാണ് ഈ ആന ചവിട്ടിക്കൊന്നത്. കിടങ്ങൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച കൊല്ലം മയ്യനാട് പാർത്ഥസാരഥി എന്ന ആന വിരണ്ടോടുകയായിരുന്നു. ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്, പക്ഷേ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പാർത്ഥസാരഥി എന്ന ആന ഇടഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രണ്ടാം പാപ്പാനും പരിക്കേറ്റിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോൾ വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്കമാലിയിലെ കിടങ്ങൂരിലാണ് സംഭവം. വിഷ്ണു, ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? രണ്ടാം പാപ്പാന് പരിക്കേറ്റിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയല്ലേ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ആന വളരെ മറിച്ചിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാറ് തകർത്ത് തരിപ്പണമാക്കുകയാണ് ഈ മയ്യനാട് പാർത്ഥസാരഥി എന്ന് പറയുന്ന ആന. ഒരു തരത്തിലും ആന പൊടിക്ക് അടങ്ങുന്നില്ല. 9:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അമ്പലത്തിൽ തൊഴിയിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ആന ആ കാറ് പൂർണ്ണമായും തകർക്കുകയാണ്. സ്വിഫ്റ്റ് ഡിസയർ കാറും അതിന് തൊട്ടപ്പുറത്തൊരു സ്കൂട്ടറുമാണ് ഇരുന്നിരുന്നത്. ആ കാറ് അവിടെ നിന്ന് മറിച്ചിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന തെങ്ങിനോട് ചേർത്ത് വെച്ച് അത് ചവിട്ടി അല്ലെങ്കിൽ തുമ്പിക്കയും കൊമ്പും ഒക്കെ ഉപയോഗിച്ച് മറിച്ചിടാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത്. അതായത് അത്രത്തോളം വയലന്റ് ആണ് ഈ ആന. ഒരാളെ ചവിട്ടി കൊന്നിട്ടുണ്ട്. ബാക്കി 2 പാപ്പാന്മാരെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് RRT സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ തുടങ്ങിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഈ അമ്പലം മുറ്റത്താണ് ആന നിൽക്കുന്നത്. ഈ അമ്പലത്തിൽ തൊഴിയിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അമ്പലത്തിൻ്റെതായ ആനയല്ല. നേരത്തെ പുറത്തുനിന്നനുസരിച്ച് പാപ്പാൻ മരിച്ചു എന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല. ഈ ലോറി ഡ്രൈവറാണ് മരിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. ആ കാറ് വലിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. തുമ്പിക്ക ഉപയോഗിച്ച് ആദ്യം അതിനെ മറിച്ചിട്ടു. ആ കാറ് ചവിട്ടി തരിപ്പണമാക്കുകയാണ്. അതിന്റെ എല്ലാ വാശിയും ആ കാറിനോട് തീർക്കുകയാണ്. തൊട്ടപ്പുറത്ത് മറ്റാളുകൾ, ഈ പാപ്പാന്മാരുടെ സംഘത്തിൽപ്പെട്ട മറ്റാളുകളൊക്കെ ഉണ്ട്. അവർ ആനയെ മയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ആ കാറ് എടുത്ത് കൊമ്പുപയോഗിച്ച് തൂക്കി എടുത്തുകൊണ്ട് പോവുകയാണ് പല ഇടങ്ങളിൽ നിന്ന്. തൊട്ടടുത്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. തൊട്ടടുത്ത് ആളുകൾ ഈ കാലിൽ ബെൽറ്റ് അടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. തൊട്ടപ്പുറത്ത് ആള് നിൽപ്പുണ്ട്. പക്ഷെ അതിനൊന്നും വഴങ്ങുന്നില്ല. കാരണം അടുത്തേക്ക് ചെന്നാൽ ആന വയലന്റ് ആകും. നേരത്തെ ഒരു പാപ്പാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ആന ആ തുമ്പിക്കൈ ഉപയോഗിച്ച് പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക, എന്താ ബെൽറ്റ് അടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ. പുറയിൽ കൂടി ആ കാലിൽ ബെൽറ്റ് അടിക്കുക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. കാരണം അത്രയും ദൃശ്യത്തിൽ കാണാം ആനയുടെ ഒരു വൈൽഡ് സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം. ഇത് രാവിലെ മുതൽ ആരംഭിച്ചതാണ്. തൊട്ട് സമീപത്തുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ആന തകർത്തിട്ടുണ്ട്. രാവിലെ ഇവിടെ തൊഴിയിക്കുന്നതിന് വേണ്ടി എത്തിയാണ്. നോർമൽ ഡേ ആയിരുന്നു. ഇവിടെ വലിയ തിരക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനവാസ മേഖലയാണ്. തൊട്ട് സമീപത്തൊക്കെ ആൾക്കാരുണ്ട്. അമ്പലത്തിലൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അപകടം, വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല സാഹചര്യം. കാരണം മാത്രം വയലന്റ് ആണ് ഈ ആന. സമീപ പ്രദേശത്തുള്ള ഈ പന്തല്, അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ, ആളുകൾക്ക് നേരെ, അതോടൊപ്പം മരങ്ങൾ, ഇതൊക്കെ ആക്രമിക്കാനുള്ള ഒരു ത്വരയിലാണ് ഇപ്പോൾ പാർത്ഥസാരഥി ഉള്ളത്. അതിനെ തളക്കുക എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. ഇരിഞ്ഞാലക്കുട നിന്ന് RRT സംഘം എത്തിയിട്ടുണ്ട്. ആ കാറ് പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇത് വീണ്ടും മറിച്ചിടുകയാണ്. ആദ്യം ഒരു വട്ടം മറിച്ചിട്ട് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും അത് പിന്നെയും മറിച്ച് ഇട്ട് അതിന്റെ വാശിയും ദേഷ്യവും ഒക്കെ തീർക്കുകയാണ്. അത് ആ തുമ്പിക്കയും ഡോക്ടർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മയക്കു നൽകി കിടത്തുന്നതിന് വേണ്ടി ഡോക്ടർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എത്തും. ഒരു 10-15 മിനിറ്റുള്ളിൽ എത്തും. RRT സംഘവും എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആന ഈ വൈൽഡ് സ്വഭാവം നിർത്തുന്നില്ല. ബെൽറ്റ് അടിക്കാനൊന്നും ആ പ്രദേശത്തേക്ക് പോലും എത്താൻ പാപ്പാന്മാർക്ക് സാധിക്കുന്നില്ല. എലഫന്റ് ടാസ്ക് ഫോഴ്സിന് സാധിക്കുന്നില്ല. അവരെത്തിയിട്ടുണ്ട്, ബെൽറ്റുമായൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല. കാരണം അത്രയും വയലന്റ് ആണ് ആന. എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോൾ വന്നിട്ടില്ല. അത് ഇനിയിപ്പോൾ മയക്കുവെടി വെച്ച് ആനയെ കീഴ്പ്പെടുത്താനുള്ള നടപടിയിലേക്ക് പോകുമോ, അതാണ് സാധ്യതയുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ആ തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇപ്പോഴും ഒരു അവസാന ശ്രമം എന്ന രീതിയിൽ ബെൽറ്റ് അടിച്ച് തളയ്ക്കാനുള്ള നടപടിയിലേക്ക് പോവുകയാണ്. 4 കാലിലും ബെൽറ്റ് അടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 2 കാലിലെങ്കിലും ബെൽറ്റ് അടിക്കാൻ പറ്റുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആന ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ ആന മറഞ്ഞു പോയിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു ആൽമരം ഒക്കെ ഉണ്ട്. ആ ആല്
ആലിൻ്റെ തൊട്ട് സമീപത്തേക്ക് ആന മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ ഉണ്ടായിരുന്ന കാറിനോട് ചെയ്ത ക്രൂരത നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അപ്പുറത്തേക്കായിരുന്നു ആ യുവാവിനെ ചവിട്ടിക്കൊല്ലുമ്പോൾ ഈ ആന കാണിച്ചത്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ ഈ പ്രദേശത്തേക്ക് ആളുകളൊക്കെ വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തത ആർക്കും വന്നിട്ടില്ല. ആ കാറ് പൂർണ്ണമായും, അതായത് കാർ അങ്ങോട്ടേക്ക് ആ വീടിൻ്റെ മതിലിനോട് ചേർന്ന് ആ കാറ് ഉന്തി തള്ളി കൊണ്ടുവന്ന് അവിടെ ഇട്ടിപ്പോൾ അത് വീണ്ടും ചവിട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും മറച്ചിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ പാപ്പാന്മാരും അതോടൊപ്പം ടാസ്ക് ഫോഴ്സ് ആളുകളും അല്ലാതെ മറ്റാർക്കും അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല. അവരെ പോലും വലിയ ഒരു 100-150 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ ഒക്കെ അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. ആ വീടിൻ്റെ മതിലൊക്കെ ഇന്ന് തകർക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ പൂർണ്ണമായും അതൊരു ഭയങ്കര വയലന്റ് മൂഡിലാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് കാര്യത്തിൽ വ്യക്തം. ഭയങ്കര ആശങ്ക ഇവിടെ നിന്ന് ഇത് കാണുമ്പോൾ ഉണ്ട്. കാരണം തൊട്ട് സമീപത്തൊക്കെ വീടുകളും അതിന് മതിലുകളും ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്കൊക്കെ എത്തുമോ എന്ന ആശങ്കയുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനെ തളച്ചില്ല എങ്കിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകും. ഇപ്പോൾ ഏകദേശം 9:30 മണിക്ക് ആരംഭിച്ചതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 9:10 ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ പിന്നിടുന്നത്. അതിൽ ഒരു തരത്തിലും ഇതിൻ്റെ വൈൽഡ് സ്വഭാവത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. അതിനകത്താണ് ഈ പാപ്പാനെയും അതോടൊപ്പം തന്നെ മറ്റൊരാളെയും ചവിട്ടിയും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയത്. എന്നിട്ടും അതിൻ്റെ കലി അടങ്ങിയിട്ടില്ല. കലി പൂർണ്ണമായും തീർക്കുകയാണ്. കാറും അതോടൊപ്പം ആ പ്രദേശത്തുള്ള ഒരു പന്തൽ നാട്ടിയിട്ടുണ്ട്. ആ പന്തലിൻ്റെ തൂണൊക്കെ ഇടിച്ച് തകർക്കുക എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.